ആദ്യത്തെ സിനിമ ഏതായിരുന്നു? മലയാളത്തിലെ ആദ്യത്തെ ചിത്രം നമ്പർ 20 മദ്രാസ് മേൽ. ഏത് വർഷമായിരിക്കും? അത് 1990. 1990. ഷൂട്ട് ചെയ്തത് 89-ൽ, റിലീസായത് 90-ൽ. ഓ ശരി. തമിഴിലോ? ആ വർഷം തന്നെ, തമിഴിലും ആ വർഷം തന്നെ, സെയിം ഇയർ തന്നെ. ശ്രീ പ്രിയദർശൻ സംവിധാനം ചെയ്ത ഗോപുരവാസലിലെ, അതാണ് അതായിരുന്നു അല്ലേ? അതിനകത്ത് ഒരുപാട് അസല് പാട്ടുകൾ, നല്ല പാട്ടുണ്ടായിരുന്നു അല്ലേ? SPBയുടെയും രാജാ സാറിൻ്റെ വളരെ മനോഹരമായിട്ടുള്ള ഒരുപാട് കമ്പോസിഷനുള്ള പടമാണ്. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, റിയലി ലക്കി ടു. രാജാ സാറിൻ്റെ ഏറ്റവും വലിയൊരു ഫാനായിരുന്നു ഞാൻ, ആണ് ഇപ്പോഴും. അദ്ദേഹത്തിൻ്റെ വളരെ നല്ല ഒരു പാട്ടിൽ എനിക്ക് അഭിനയിക്കാൻ സാധിച്ചു. അതെ, അതിലൊരു പാട്ടാവാൻ സാധിച്ചത് അത് എനിക്കിപ്പോഴും ആദ്യത്തെ പടത്തിൽ തന്നെ. അത് ഇപ്പോഴും എനിക്ക് അഭിമാനം തോന്നുന്നത്, പലപ്പോഴും യൂട്യൂബിലൊക്കെ പോയിട്ട് ഇളയരാജ ഹിറ്റ്സ് എന്ന് നോക്കുമ്പോഴത്തേക്കും ഇത് നമ്പർ 2, നമ്പർ 3 ഈ പാട്ട് സത്യം ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. അതിൽ ഞാൻ തന്നെ അഭിനയിച്ച ഒരു പാട്ട് എനിക്ക് വളരെ വളരെ ഇഷ്ടമുള്ളൊരു പാട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പാടി അഭിനയിച്ച പാട്ടും കൂടെ അല്ലേ? അപ്പോൾ ഇപ്പം പാടി അഭിനയിക്കണ്ട, ഒന്ന് പാടിയാൽ മതി, ചെറുതായിട്ടെങ്കിലും. രണ്ടുപേരി പാടാൻ രണ്ടുപേരി. കവിതകൾ പഠിത്തിടും നേരം ഇതഴോരം ഇനി കാമൻ കലകളിൽ പിറങ്ങിടും രാഗം പുതുമോഹം ഇതയം ഇടമാറും ഇളമൈ പരിമാറും അമുതും വൈന്തോടും അഴകിൽ കലന്താട് ഇതം തരും താന കവിതകൾ പഠിത്തിടും നേരം ഇതഴോരം. സുചിത്ര ഗംഭീരമായിട്ട് പാടി മാത്രമല്ല, എനിക്ക് തോന്നപ്പം അന്ന് ആ പാടി അഭിനയിച്ച് അതൊക്കെ മനസ്സിൽ കൂടെ ഓടി ഓടി വന്ന് കാണുമായിരിക്കും അല്ലേ? എവിടെയായിരുന്നു ലൊക്കേഷനൊക്കെ? എവിടെയായിരുന്നു ഇത്? കുറേ മദ്രാസിലെ ബീച്ചിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് മറീന ബീച്ച്, ഗോൾഡൻ ബീച്ച്, മഹാബലിപുരം അവിടെ. പിന്നെ ബോംബെ, മെജോറിറ്റിയും ബോംബെയിലായിരുന്നു. രണ്ട് ലൊക്കേഷൻസിലായിട്ടില്ല. രണ്ട് ലൊക്കേഷൻസാണ്. ആരായിരുന്നു അതിൽ എൻ്റെ കൂടെ അഭിനയിച്ചത് കാർത്തിക്. ശരി. എനിക്ക് ഞാൻ അഭിനയിച്ചിട്ടുള്ള പടങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണത്. വല്ലാത്ത രാജാ സാറിൻ്റെ ഒരു അഗൈൻ ഭയങ്കരമായിട്ടുള്ള ഒരുപാട് ഹിറ്റ്സ് ഉണ്ട്. ഇതൊരു സൂപ്പർ ഹിറ്റ് ആണ് അല്ലേ? പിന്നെ നമ്മുടെ മനസ്സിലെ സൂപ്പർ ഹിറ്റ് കൂടെ. അതെ. ഒരുപാട് SPBയുടെ ഒരു വലിയ കളക്ഷൻ, SPBയുടെയും രാജാ സാറിൻ്റെ ഒക്കെ ഒരുപാട് വലിയ വലിയ കളക്ഷൻ എനിക്കുണ്ട്. അത് പറഞ്ഞപ്പോൾ ഇവിടെ മെലഡി ഞാൻ കാണാറുണ്ട്, അവിടെ സ്ഥിരം കാണാറുണ്ട്. ടൈമിംഗ് എങ്ങനെ വരും? ഞാൻ ആദ്യം കണ്ടുകൊണ്ടിരുന്നത് സൺഡേ നൈറ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഡേ ടൈം, അതെ അതെ അതെ, ഡേ ടൈം ആയതിനു ശേഷം ഇടയ്ക്ക് കുറച്ചൊന്ന് സമയം കാണാൻ പറ്റും. അതെ. പക്ഷേ ഈ അടുത്തിടയ്ക്ക് ഞാൻ മനോജ് കെ ജയൻ്റെ എപ്പിസോഡ്, ഞാനിവിടെ US വരുന്നതിന് മുമ്പ് റീസെൻ്റ് ആയിട്ട് ഒരു എപ്പിസോഡ് കണ്ടു, മനോജിൻ്റെ. അതെ, അതിൽ എനിക്ക് വളരെ, ഇവിടെ ഞാൻ ആരെങ്കിലും കൊണ്ട് പാടിപ്പിക്കാന്നുള്ള ആഗ്രഹത്തോടെയാണ് വന്നത്. പാടിപ്പിക്കാൻ പറ്റിയില്ലെങ്കിലും മനോജ് പാടിയത് ഒന്ന് എനിക്ക് വേണ്ടി ഒന്ന് പ്ലേ ചെയ്ത് തരാണ് എൻ്റെ ഒരു റിക്വസ്റ്റാണ്. ആ പാട്ട് മന്ദം മന്ദ തെன்றலுக்கு മഞ്ചം വര ഒന്നാന്തരം പാട്ടുമാണ്. മനോജിന്റെ ആക്ച്വലി ഓപ്പണിംഗ് സോങ് ആയിരുന്നു. മനോജ് ആ പാട്ടിലാണ് തുടങ്ങിയത്. ഏകദേശം 5 വർഷത്തിന് ശേഷമാണ് മനോജ് ഇതേ കസേരയിൽ വന്നിരുന്നിട്ട് പാടുന്നത്. അമേസിംഗ് പെർഫോമൻസ് ആയിരുന്നു. അപ്പൊ ഞാൻ പറയുകയും ചെയ്തു, 5 വർഷം കൊണ്ട് പാട്ട് ഒരുപാട് ഇംപ്രൂവ് ചെയ്തിരിക്കണല്ലോ, ഒരു ആക്ടറിനെ പോലെ തന്നെ ഹീസ് ഓൾമോസ്റ്റ് എ പ്രൊഫഷണൽ സിംഗർ. ശരിക്കും പറഞ്ഞാൽ അത് കാണുമ്പോൾ അറിയാം പുള്ളി നല്ല അതിനുവേണ്ടി എഫേർട്ട്, വർക്ക്ഔട്ട്, ഹോംവർക്ക് ചെയ്യുന്നുണ്ട്. പ്ലേ ചെയ്താണ്. പിന്നെന്താ, തീർച്ചയായിട്ടും. മന്ത്രം വந்த தென்றலுக்கு மஞ்சம் வர நெஞ்சமில்லையும்
அன்பே என் அன்பே தொட்டவுடன் சுற்றதென்ன கட்டழகு வட்ட நிலவும் கண்ணே என் கண்ணே பூவாளமே சூடாதென்றும் வானம் உண்டோ சொல் மன்றம் வந்த தென்றலுக்கு மஞ்சம் வர நெஞ்சமில்லையோ அன்பே என் அன்பே தாமரை மேலே நீர்த்துளி போல் தலைவரும் தலைவியும் வாழ்வதென்ன நண்பர்கள் போலே வாழ்வதற்கு மாலையும் மேளவும் சொந்தங்களே இல்லாமல் வந்த பாசம் கொள்ளாமல் பூவே உன் வாழ்க்கை தான் என்ன சொல் மண் வந்த தென்றலுக்கு மஞ்சம் வர நெஞ்சமில்லையோ அன்பே என் அன்பே தொட்டவுடன் சுற்றதென்ன கட்டழகு வட்ட நீலவும் கண்ணே என் கண்ணே பூவாளமே சூடாதென்றும் வானம் உண்டோ சொல்